സാന്ദ്രാനന്ദാപബോധാത്മകമനുപമിതം കാലദേശാപദിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ്നാരായണീയത്തിൽ ഭഗവാന്റെ അവതാരം കണ്ട് വസുദേവരെ സ്തുതിച്ചു. വസുദേവർ മാത്രമല്ല, അമ്മയായിട്ടുള്ള ദേവകിയും സ്തുതിച്ചു. 7ാമത്തെ ശ്ലോകം ദേവകിയുടെ ആ ഒരു കാര്യത്തെക്കുറിച്ചും പറയുന്നു. ഭഗവാന്റെ ചെറുതായിട്ടുള്ളൊരു മറുപടി, ചെറിയ മറുപടിയല്ലേ കുട്ടിയാവുമ്പോൾ പറയുള്ളൂ, അതും കൂടിയാണ് 7ാമത്തെ ശ്ലോകത്തിൽ പറയണത്. മാത്രാച്ച നേത്രസലിലാസ്തൃതഗാത്രവല്യ സ്തോത്രേരഭിഷ്ടുതഗുണകരുണാലയസ്ത്വം പ്രാചീനജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം മാതുർഗിരാ ദധിതമാനുഷബാലവേഷം. മാത്രാച്ച നേത്രസലിലാസ്തൃതഗാത്രവല്യ, അമ്മയാൽ, മാത്ര മാതാ അമ്മ, മാത്ര അമ്മയാൽ, വിഭക്തി മാത്ര അമ്മയാൽ, തന്മാത്രയില്ല കേട്ടോ, ആ മാത്രയില്ല, അവിടെ മാതാ എന്നുള്ളതിൻ്റെ ഫോമാണ് മാത്ര. നേത്രസലിലാസ്തൃതഗാത്രവല്യ, സന്തോഷങ്ങളിൽ വളരെയേറെ ആറാടി ഈശ്വരനെയും പുത്രനായിട്ട് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിലൊരു സ്ത്രീക്കും സാധിക്കില്ല. ദേവകിക്കും കൗസല്യയ്ക്കും മാത്രമേ ആ ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. 3ാമത് സ്ത്രീക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ അവതാരങ്ങളിൽ ചിലപ്പോൾ കാണാം. പൂർണ്ണാവതാരമല്ല. രാമാവതാരം ചിലരുടെ അഭിപ്രായത്തിൽ പൂർണ്ണാവതാരമാണ്. ഭാഗവത അഭിപ്രായത്തിൽ കൃഷ്ണാവതാരം മാത്രം തന്നെ പൂർണ്ണാവതാരമുള്ളൂ. അപ്പം എന്തായാലും രാമനും കൃഷ്ണനും ഒരു പ്രത്യേക പരിഗണന ഉണ്ട്. അവിടെ നമുക്ക് കൗസല്യയും ഭാഗ്യവതിയാണ് ഈ വിഷയത്തിൽ നിന്ന് പറയാം. കൗസല്യ, കൈകേയി, സുമിത്ര ഇവരൊക്കെ കുറച്ച് ഭാഗ്യവതിയായിട്ടുള്ള സ്ത്രീകളായിട്ട് പറയാം. ഇപ്പം എന്തായാലും സന്തോഷാശ്രുക്കളിൽ ആറാടി എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്. നേത്രസലില, കണ്ണുനീര്, സലിലം വെള്ളം, നേത്രം കണ്ണ്, ധൃതഗാത്രവല്യ അത്തരത്തിലുള്ള ശരീരത്തോടു കൂടി, കരുണാലയസ്ത്വം, കരുണാലയം, കാരുണ്യത്തിൻ്റെ ആ മൂർത്തിമത് ഭാവമായിട്ടുള്ള അങ്ങയെ, അല്ലയോ ഗുരുവായൂരപ്പ, അമ്മയും സ്തുതിച്ചു എന്ന് പറയുകയാണ്. അമ്മയുടെ സ്തുതിയൊക്കെ ഇതിൽ പറയുന്നുണ്ട് കുറച്ചൊക്കെ. 2 കൂട്ടരും ഭഗവാനെ സ്തുതിച്ചു എന്ന് പറയുകയാണ്. അവതാരമൊക്കെ കഴിഞ്ഞ് ശംഖചക്രഗദാത്മാദികളൊക്കെ ധരിച്ച് എന്താ ദേവകി സ്തുതിച്ചത് ഭാഗവതത്തിൽ പറയും. രൂപം എത്തത് പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർ നിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണുരധ്യാത്മദീപ. ദേവകിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി മനസ്സിലാവാൻ വേറൊന്നും വേണ്ട. ഭർത്താവ് ഇവിടെ സ്തുതിച്ച് കഴിഞ്ഞിരിക്കുന്നു. ശംഖ, ചക്രം, ഗദ, താമര അതൊക്കെ സാധാരണ ഒരാളുടെ കയ്യിലുണ്ടാവുമോ? അപ്പം ആരാണ്? സാക്ഷാൽ വിഷ്ണു അധ്യാത്മദീപ, 14 ലോകങ്ങളും പാലിക്കുന്ന സർവശക്തനും കാരുണ്യശാലിയും സർവജ്ഞനും ആയ ആ വിഷ്ണുവാണ് സർവേശ്വര അവിടുന്ന് എന്ന് ഞാനിതാ അറിയുന്നു. എന്ത് പുണ്യം കൊണ്ടാണ് ഇങ്ങനൊരു ഭാഗ്യം എനിക്ക് കൈവന്നത് എന്ന് എനിക്കറിയില്ല. ഇതുവരെ അനുഭവിച്ചതൊക്കെ നിർഭാഗ്യമാണ്. കാരണം കംസൻ കാരാഗ്രഹത്തിൽ അടച്ചു. ഒരു പ്രസവം അണച്ചാൽ വേണ്ടി വന്നത് കാരാഗ്രഹത്തിലാണ്. വളരെ ഒരു നിർഭാഗ്യം പിടിച്ചതാണ്. ഈ മഹത്തുക്കളൊക്കെ നിർഭാഗ്യം അനുഭവിച്ചവരാവും. നോക്കിയിട്ടുണ്ടോ? ഒരുപാട് ജയിൽവാസവും കഷ്ടതകളും അനുഭവിച്ച മഹാന്മാരുടെ ചരിത്രം നമുക്കറിയാം. ഗുരുവായൂരത്തെ ഭക്തന്മാരാരാ കഷ്ടം അനുഭവിക്കാത്തവരുള്ള? പ്രസിദ്ധമായിട്ടുള്ള ഭക്തന്മാർ മുഴുവൻ കഷ്ടതകൾ ഭഗവാൻ കൊടുത്ത് ഇവിടെ തീർക്കുകയാണ് എന്നാണ്. മാനായാലും അവമാനമായാലും രോഗമായാലും ദാരിദ്ര്യമായാലും ഇവിടെ ഇങ്ങോട്ട് തീരാണ്. മേപ്പത്തൂരെ രോഗം കൊണ്ട് കഷ്ടപ്പെട്ടു, വേറെയുള്ളവർ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെട്ടു, കുറൂരമ്മ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെട്ടു. പക്ഷെ അതുകൊണ്ടൊന്നും അവർക്ക് ഒന്നിനും കുറവൊന്നും വന്നിട്ടില്ല. ഇന്നും അവർ
അനുസ്മരിക്കപ്പെടുന്നു ചരിത്രത്തിൽ, ഇല്ലേ? ടാറ്റയുടെയും ബിർളയുടെയും പേര് പോലും എല്ലാവർക്കും അറിയുമോ? അറിയണവർക്ക് അറിയാമെന്നല്ലാണ്ട് അവർക്കൊക്കെ ധനം ഉണ്ടാ കാര്യം ഉണ്ടെന്നുള്ളതുകൊണ്ടൊന്നും അവരൊന്നും ഈ ലോകത്തിൽ സ്മരിക്കപ്പെടുന്നില്ല, അത് വിചാരിക്കേണ്ട. അപ്പം എപ്പോഴും ഇതൊരു ഭാഗ്യം, എന്തായാലും ഭാഗ്യമാണ് എന്നതിന് യാതൊരു സംശയവും ഇല്ല. അപ്പോൾ കഷ്ടതകളുടെ ഇടയിൽ കൂടെ നമുക്ക് ലഭിച്ച ഭാഗ്യത്തിനെ ആസ്വദിക്കുക വേണ്ടത്, അല്ലാണ്ട് ആ കഷ്ടതകളെ മാത്രം ഓർത്തിട്ട് ദുഃഖിക്കുക, അതിന് വല്ല അർത്ഥമുണ്ടോ? ആ ദുഃഖിക്കാൻ തന്നെ അല്ലേ സമയം ഉണ്ടാവുള്ളൂ. അതാണ് രൂപം എത്തത് പ്രാഹുരവ്യക്തം ആദ്യം. ശ്രുതിയൊക്കെ നല്ല സ്തുതിയാണ്. അവ്യക്തവും ആദ്യവും ജ്യോതിസ്വരൂപവും നിർവികാരവും യാതൊരു മാറ്റവും ഇല്ലാത്ത സത്താ മാത്രം നിർവിശേഷം നിരീഹം, യാതൊരു ആഗ്രഹവും ഇല്ലാത്തവനാണ്. ഈഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ്, നിരീഹൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹമില്ലാത്തവൻ, നിസ്പൃഹൻ എന്നും പറയാം. രണ്ടും ഒരു അർത്ഥം തന്നെ വരിക. ഇവിടെ നിരീഹം എന്നാണ് സ്തുതിയിൽ പറഞ്ഞത്. യാതൊന്നിനെക്കുറിച്ചും ഭഗവാന് ചിന്തയില്ല. അങ്ങനെയുള്ള വിഷ്ണു ഭഗവാൻ തന്നെയാണ് സർവേശ്വര അവിടുന്ന് എന്ന് ഈ രൂപം വിളിച്ചു പറയുന്നു, അല്ലേ? 4 കയ്യും ശംഖും ചക്രവും ഗതിയും നീലമേഘവും മഞ്ഞപ്പട്ടും ആയ ഈ രൂപം അങ്ങ് വിഷ്ണുവാണ് എന്ന് വ്യക്തമാക്കുന്നു എന്നാണ് ആദ്യം പറഞ്ഞത്. ഇനി നഷ്ടേ ലോകേ ദിപരാർദ്ധാവസാനേ, ദിപരാർദ്ധം എന്ന് പറയപ്പെടുന്ന ബ്രഹ്മാവിൻ്റെ കാലഘട്ടം 50 വർഷം കഴിയുമ്പോഴുള്ള കാലഘട്ടത്തിന് ആയുസ് കഴിയുമ്പോഴും ഉണ്ട് പ്രളയം, 50 വയസ്സ് കഴിയുമ്പോഴും ഉണ്ട് പ്രളയം. പ്രളയം പല സമയത്താണ് ഉണ്ടാവുക. 50 വയസ്സ് കഴിയുമ്പോഴത്തെ പ്രളയം, മുഴുവൻ ആയുസ് 100 വർഷം ബ്രഹ്മാവിൻ്റെ കേട്ടോ. നമ്മുടെ ഈ കണക്ക് പ്രകാരം അല്ല അത് വരും, 365 ദിവസമല്ല. ഇതോട്ടെ ആ സമയത്ത് എല്ലാതും ലയിക്കും, ഈ കാണുന്നതൊന്നും ഉണ്ടാവില്ല എന്നാണ്. വല്ലാത്തൊരവസ്ഥ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മളും ഇല്ല, പഞ്ചഭൂതങ്ങളും ഇല്ല, വൃക്ഷങ്ങളും ഇല്ല, ഭൂമിയില്ല, വെള്ളമില്ല, ജ്യോതിർഗോളങ്ങളും ഇല്ല, ഒന്നുമില്ല, ഒക്കെ ഈശ്വരനിൽ ലയിക്കും അപ്പോൾ. എന്നാൽ അപ്പോഴും ബാക്കി ഉണ്ടാവുന്ന ആളാണ് ആര്? ഭഗവാൻ. ഭഗവാന് ലയവും ഇല്ല, സൃഷ്ടിയില്ല, ഉണ്ടാവലും ഇല്ല, ജനനവും ഇല്ല, മരണവും ഇല്ല. അപ്പം എന്തായിട്ട് ഒരു ശേഷസംജ്ഞ. അതുകൊണ്ടാണ് അത്രയും ഭഗവാൻ ഈ ശേഷൻ എന്ന് പേര് വന്നത് എന്നാണ്. നമ്മളൊന്നും പേരിടലില്ലല്ലോ, ശേഷൻ, ആദിശേഷൻ എന്നൊക്കെ പേര്. നാളെ ഏതോ ഒരു കുട്ടിക്ക് ആദിശേഷൻ എന്ന് പേരിട്ടു എന്നാണ്. തെറ്റൊന്നുമില്ല, ഭഗവാന്റെ പേരാണ്. ശേഷൻ എന്ന് വെച്ചാൽ ബാക്കി അവശേഷിക്കുന്നവൻ എന്നാണ് ശരിക്കുള്ള അർത്ഥം. ശേഷു അയ്യര്, ബ്രാഹ്മണരൊക്കെ ചിലപ്പോൾ പണ്ട് പേരിട്ടിരുന്നു ഈ ശേഷു, ശേഷൻ, ശേഷു എന്നാണ് വിളിക്കുക. എന്നിട്ട് ശേഷൻ. അപ്പം ഇതെല്ലാം അവസാനിച്ചാലും ശേഷിക്കുന്നവൻ ആരോ, അത് ശേഷൻ. അത് ആദിശേഷൻ്റെ പേരായിട്ട് നമ്മൾ പറയണമെന്നേ ഉള്ളൂ, അങ്ങനെയില്ല. അത് ഭഗവാന്റെ പേര് തന്നെയാണ് ശരിക്കും പറയുകയാണ് വെച്ചാൽ. ഇത് പറയണു മർത്യോ മൃത്യു വ്യാളഭീതം പലായൻ. വളരെ പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ ദേവകിയുടെ സ്തുതിയിലുള്ളതുകൊണ്ടാണ് കേട്ടോ അതെടുക്കണ വിഷയം ഡൈവേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കേണ്ട. ഭാഗവതത്തിലാണ് സ്തുതി, നാരായണീയത്തിൽ പറയണില്ല. ഈ ലോകത്തിൽ എല്ലാവർക്കും മരണത്തെ പേടിയുണ്ട്. മരണത്തെ പേടി ജീവികൾക്കും ഉണ്ട് എന്നാണ് പറയണത്. സത്യത്തിൽ ഈ ജീവികൾ എന്തിനാണ് മരണത്തെ പേടിക്കുന്നത്? മനുഷ്യൻ അതിൻ്റെ പരമ്പരായ ആലോചിച്ചിട്ടാണ് എന്നെങ്കിലും പറയാം. ജീവികൾക്ക് ഈ മരണം എന്ന് പറഞ്ഞതൊന്നുണ്ട് എന്നും അതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള കഴിവില്ല, ഉണ്ടോ? പക്ഷേ അതുകൊണ്ട് മരണഭയം. അപ്പോൾ എന്താണ് അതിന് കാരണം? ശരീരത്തോടുള്ള ആസക്തി. മനുഷ്യന് ശരിക്കും മരണഭയമല്ല എന്നാണ്. കാരണം ഭയം എന്ന് പറയുകയ്യ, അതിനേക്കാൾ അപ്പുറം ഈ ലോകം വിട്ടു പോവാനുള്ള വിഷമവും മടിയാണ് നമ്മൾ മരണഭയം എന്ന് പറയുന്നത്. വിട്ടു പോവുക എന്ന് പറയുമ്പോഴേ ഈ ലോകത്തിലുള്ളത് മുഴുവൻ നമുക്ക് ദുഃഖത്തെ അല്ലാതെ എന്ത് സുഖത്തെയാണ് തരണം? സത്യത്തിൽ ദുഃഖത്തെയാണ്. ഈ സുഖവും ദുഃഖത്തിൻ്റെ മറുഭാഗമായിട്ടാണ് വരിക. ഈ സുഖം തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭാവത്തിൽ ദുഃഖം ഉണ്ടാവുമെന്ന് ആലോചിക്കണ്ടേ? ധനം ധാരാളം വന്നു, സുഖം ഉണ്ടാവും ഇല്ലേ? അതൊക്കെയാണ് പോയാലോ? അയ്യോ, 1,00,000 റുപ്യ ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ പോയിട്ടോ എന്നാണ്. അപ്പോൾ ഈ സുഖത്തിൻ്റെ ഒപ്പം തന്നെ ഉള്ളതാണ് ദുഃഖം. അരോഗതിടകാത്രരായിട്ടിരുന്ന് ചോരയും നീരും ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കുക അല്ല സുഖമുണ്ട് കേട്ടോ. അടുത്ത ദിവസം ഒരു സ്ട്രോക്കാണ് വന്നതെങ്കിൽ ഒറ്റ സെക്കൻഡ് മതി തളർന്ന് വീഴാൻ. അപ്പോൾ ദുഃഖമല്ലേ? അപ്പോൾ ഏതാണ് ഈ ശരീരത്തിലിരിക്കുന്നിടത്തോളം നമുക്ക് ദുഃഖത്തിൻ്റെ ആ സാധ്യത അവിടെ ഉണ്ട്. ദുഃഖം ചിലർക്ക് ഭാഗ്യം കൊണ്ട് ഉണ്ടാവില്ലെങ്കിലും ആ സാധ്യത പോണില്ല. അപ്പം അതാണ് മരണദുഃഖം.
അത് മനസ്സിലാക്കിയാൽ എന്തുണ്ടാവില്ല, ശരീരത്തെ ഉപേക്ഷിക്കാൻ യാതൊരു വിഷമവും ഉണ്ടാവില്ല. നന്നായി. കാരണം തമിഴ്നാട്ടിലൊക്കെ ഈ മരിച്ചാൽ ആഘോഷമാണ്. ചെണ്ട കൊട്ടിയിട്ട് അവർ ഈ മൃതശരീരം കൊണ്ടുപോകും. അവർ ആഘോഷിക്കുക ചെയ്യുക. ഉള്ള സംഗതിയല്ല, ഇല്ലാത്ത സംഗതിയല്ല പറയണത്. മരണത്തെ അവർ ആഘോഷിക്കുക ചെയ്യുക. നമ്മുടെ കൂട്ടത്തിൽ സന്യാസിമാരുടെ സമാധി നാമജപത്തോട് കൂടിയിട്ട് ആഘോഷിക്കും. ദുഃഖിക്കരുത്, മരിച്ചാൽ കരയരുത് എന്ന് പറയുക. അപ്പം എന്താ അർത്ഥം? മൃത്യുരസ്മാതപൈതി, മരണഭയം എന്നൊന്ന് ഭക്തനെ സംബന്ധിച്ചും ആത്മജ്ഞാനികൾക്കും അല്ലയോ ഭഗവാനെ ഇല്ല. കപിലോപദേശത്തിൽ ആത്യന്തികി എത്രന മൃത്യുഹാസ, ഈ മരണം എല്ലാവരെയും നോക്കിയിട്ട് ചിരിക്കുകയാണത്രേ. ഇപ്പം നീ ഓടി നടക്ക്, ഒരു ദിവസം നിന്നെ ഞാൻ അടിച്ചു വീഴ്ത്തും, ചിരിക്കണമുണ്ട് എന്നാണ്. പക്ഷെ ആ കള്ളച്ചിരിയെ ആർക്ക് പേടിയില്ല? ഭക്തനും ജ്ഞാനിക്കും. വെണ്ണാങ്ങിടുക, എന്നെ കാത്തിട്ട് തന്നെ ഞാൻ ഇവിടെ ഇരിക്കണം, ഇടുവാ എന്ന് പറയാനുള്ള ധൈര്യം ഭക്തനും ആത്മജ്ഞാനിക്കും ഉണ്ടാവും ഇത്രേ. കാരണം അവർക്ക് ഈ ശരീരത്തോടോ ലോകത്തോടോ യാതൊരു ആസക്തിയില്ല. പോയാൽ സന്തോഷമായി, നീ ദുഃഖിക്കേണ്ടല്ലോ. അപ്പോൾ എന്തിനാണ് മരണഭയം? അപ്പോൾ ആർക്കാ മരണഭയം ഇല്ലാത്തത്? സർവേശ്വര ഒറ്റ ആൾക്കാർക്കേ ഉള്ളൂ, ഭക്തനും ജ്ഞാനിക്കും. ഈശ്വരനോട് കൂടി അടുത്ത ആൾക്കാർക്ക് ആർക്കും മരണം ഒരു പ്രശ്നമേ അല്ല. എന്നാൽ ജീവിതം പ്രശ്നമാണോ? അത് വിചാരിക്കേണ്ട കേട്ടോ, അതും പ്രശ്നമല്ല, അത് വിചാരിക്കേണ്ട. ജീവിതം വലിയൊരു പ്രശ്നമായിട്ടാണ് ഇവർ മരണത്തെ സ്നേഹിക്കുന്നത് എന്ന് കരുതരുത്. ജീവിതവും അവർക്ക് പ്രശ്നമല്ല, ജീവിതവും പ്രശ്നമല്ല, മരണവും പ്രശ്നമല്ല. അങ്ങനെയല്ലേ വേണ്ടത്? രണ്ടും പ്രശ്നമില്ലാത്തവരാണ് ആത്മജ്ഞാനി. ജീവിതം ഇങ്ങനെ ഒരു പ്രശ്നമാക്കി കാണുക, അത് കേമത്തൊന്നുമല്ല. ജീവിതം ഒരു പ്രശ്നമല്ല, അത് പോണ പോലെ പോട്ടെ, അതും ഒരു വിഷയമാവില്ല അവർക്ക്. മരണവും ഒരു ഒന്ന് ചുരുക്കത്തിൽ അവർക്ക് പ്രശ്നം ദുഃഖം എന്ന് സർവേശ്വര ഇല്ല. തന്നെയാണ് ഈശ്വരനോട് കൂടി അടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ നേട്ടം. അല്ലാതെ ഇപ്പോൾ കുറേ ലൗകിക ഐശ്വര്യങ്ങളുണ്ടായി കണ്ടു, അപ്പോൾ അയാൾ ഭരിച്ചിട്ട് എന്തുണ്ടായി? അതല്ല. അതുകൊണ്ട് ദേവകി ആ വസുദേവന് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിച്ചു. സർവേശ്വര 4 കൈ ഉള്ള ഈ രൂപത്തെ മാറ്റണം. ഉപസംഹര വിശ്വാത്മൻ അതോ രൂപം അലൗകികം, അലൗകികമായിട്ടുള്ള ഈ രൂപത്തെ മാറ്റി 2 കൈയും കാലുള്ള ബാലരൂപത്തെ കാണിക്കണമേ. ഉടനെ ഭഗവാൻ അത് അനുസരിച്ചു. അങ്ങനെ ദേവകി സ്തുതിച്ചു, വസുദേവരും സ്തുതിച്ചു, 2 കൂട്ടരും സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം, പ്രാചീന പഴയ കാലത്ത് ഉള്ള, പ്രാക് എന്ന് പറഞ്ഞാൽ പഴയ എന്നാണ്, മലയാളത്തിലത്തെ പ്രാക്കല്ല. അതെന്ന് എന്താണ്? പ്രാചീനം. 2 ജന്മത്തെ കഥ, 2 ജന്മത്തെ ചരിത്രം അവരോട് ഓർമ്മിപ്പിച്ചു. ഞാനിപ്പോൾ ആദ്യമൊന്നുമല്ല നിങ്ങളുടെ പുത്രനായിട്ട് വരണത്. മുമ്പ് സുതപസ് എന്ന് പറഞ്ഞിട്ടൊരു മഹർഷിയായിട്ട് വസുദേവരുണ്ടായിട്ടുണ്ട്, അപ്പോൾ നിങ്ങളുടെ പുത്രനായിട്ടുണ്ട്. വാമനാവതാരത്തിൽ അതിഥിയായിട്ടും കശ്യപനായിട്ടും നിങ്ങൾ ജനിച്ചു, അപ്പോഴും ഞാൻ നിങ്ങളുടെ പുത്രനായി. ഇതിപ്പം 3ാമതാണ്. അപ്പോൾ ആ 2 ജന്മത്തിൽ നിങ്ങളെന്നെ എന്തിനാണ് അയച്ചത്? മഹാബലിയോട് ഭിക്ഷ എടുക്കാൻ അയച്ചു, അല്ലാണ്ട് ഞാൻ ഈശ്വരനാണെന്ന് കണ്ടിട്ട് എന്നെ ഭജിച്ചില്ല. എന്നാൽ ഈ ജന്മത്തിലെങ്കിലും എന്നെ വേണ്ട പോലെ ഭജിച്ച് നിങ്ങൾ മുക്തി നേടിക്കൊള്ളിൻ, പാഴാക്കണ്ട, കിട്ടിയതായിട്ടുള്ള അവസരം പാഴാക്കണ്ട എന്ന് ഭഗവാൻ ഓർമ്മിപ്പിച്ചു. പ്രാചീന ജന്മയുഗളം 2 പ്രാവശ്യമാണ് ഞാൻ നിങ്ങളുടെ പുത്രനായിരിക്കുന്നത്. 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ. മുമ്പേണ് 2 പ്രാവശ്യം. പ്രതിബോധ്യ, അവരെ പ്രതിബോധിപ്പിച്ചിട്ട് മാതുർഗിര, അമ്മയുടെ വാക്കിനാൽ ദധിത മാനുഷബാലവേഷം, 2 കൈയും കാലും കുടഞ്ഞ് കരയുന്ന ഒരു സാധാരണ ബാലനായിട്ട് അവിടെ കിടന്നു. മാതുർഗിര, അമ്മയുടെ വാക്കിനാൽ ദധിത, ധരിച്ചു. മാനുഷബാലവേഷം ദധിത, മനുഷ്യവേഷത്തെ ധരിച്ച് അവിടെ കിടന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ആ കുട്ടിയെ ഗോകുലത്തിലേക്ക് എടുത്ത് കടത്തി മാറ്റുകയാണ്. അതിപ്പോൾ എന്തുകൊണ്ടാണ് വസുദേവർ ചെയ്തത്? ആരെങ്കിലും മരിച്ചാൽ തൻ്റെ കുട്ടിയെ വേറൊരുത്തി കൊണ്ടേ കിടത്തലുണ്ടോ? ഇവിടെ ഭഗവാൻ പറഞ്ഞതായിട്ട് കൂടി ശ്ലോകത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല, ഭാഗവതത്തിലും ഇല്ല.
പിന്നെ എന്തേ ഇപ്പം ഇങ്ങനെ തോന്നാൻ? സർവം ഭവത് പ്രേരണയേവ ഭൂമൻ, അതേ പറയാനുള്ളൂ. ഭഗവാൻ പ്രേരിപ്പിച്ചല്ലാണ്ട് നല്ലതായാലും ചീത്തയായാലും ഈ ലോകത്തിൽ ആരും ഒന്നും ചെയ്യില്ല. പ്രേരിപ്പിച്ചാൽ ചെയ്യാതിരിക്കില്ല. ഈശ്വര പ്രേരണയാണ് എല്ലാ പ്രവൃത്തികളുടെയും ഉള്ളിൽ അന്തർധാരയായിട്ട് കുടികൊള്ളുന്നത് എന്നുള്ള രീതി പ്രകാരമാണ് ആ കുട്ടിയെ കയ്യിലെടുത്ത്, തലയിൽ കൊട്ടയിലേറ്റിയിട്ടൊന്നുമില്ല കേട്ടോ, ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മൾ ചിത്രം കാണാനല്ലേ, കൊട്ടയിൽ പപ്പടം വെക്കണ പോലെ ഭഗവാനെ ഏറ്റിന്ന് എവിടെ പറഞ്ഞിരിക്കണം? കയ്യിലെടുത്തു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കണം. ഏതായാലും ആ ഗോകുലത്തിലെടുത്ത് മാറ്റി യശോദ പ്രസവിച്ചതായിട്ടുള്ള പെൺകുട്ടിയെ ഇങ്ങോട്ടും കൊണ്ടുവന്നു എന്നാണ് തുടർന്നുള്ള ശ്ലോകത്തിൽ പറയണത്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.